ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. കുട്ടികൾക്കൊന്നും ഇപ്പം ഇന്ന് സ്കൂളുണ്ടാവില്ലല്ലോ. അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം കൂടി ഉണ്ട്. അപ്പോൾ കല്യാണത്തിനും പോകണം. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് മുഴുവനായിട്ട് നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ഒന്ന് നോക്കി. എനിക്ക് വേണം. അപ്പോൾ ഇതാക്കണം മക്കളെ, ബോട്ടി നിൽക്കാന് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. അങ്ങനെ ബോട്ടി നിൽക്കാന് പോകാൻ വേണ്ടി ഒരുങ്ങാൻ കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടില്ല, ആ പെര നമ്മളെ അയലോക്കത്തുള്ള ആ പെരയത്തെ മോൻ്റെ നിക്കാഹാണ് കേട്ടോ. പുതിയ തുണിയില്ലേ? ഇവിടെ ഞാൻ ഇട്ടുതരാം. കയ്യോ ഇപ്പോഴും വരുന്നുണ്ട്, അതങ്ങനെ വരുന്നു. അങ്ങനെ മക്കളെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് നല്ലോണം അവിടെ കടന്നിറങ്ങി. പിന്നെ അസർക്കാണ് കേട്ടോ നീച്ചത്. 4 മണിക്ക് ശേഷം നീച്ചാണ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ഇങ്ങനെ കുത്തിറക്കിയാണ് കേട്ടോ. അപ്പോഴാണ് റീനു പറഞ്ഞത്, ഉമ്മച്ചി അരിമണി വറുത്ത് പൊടിച്ച് തരുമോന്ന്. അപ്പോൾ ഏതായാലും ഞാൻ അടുപ്പത്തേക്ക് വന്നാണ്ട് അരിമണിയൊക്കെ വറുത്ത് പൊടിച്ചാണ്ട് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് കുട്ടികൾ പറഞ്ഞതല്ലേ. അപ്പം നോക്കുമ്പം വറക്കൽ തുടങ്ങിയപ്പോത്തിന് നല്ല മൂടൽ വന്നിട്ടോ. മഴൻ്റെ കാറ്റും മഴയൊക്കെ പെയ്യാവഞ്ഞത് കണ്ടിട്ട് നല്ലോണം കാറ്റടിച്ചാലും മഴ പെയ്ച്ചാലും നല്ല സാധ്യത ഉണ്ട് കേട്ടോ. ഏതായാലും പറഞ്ഞ പോലെ തന്നെ അരിമണിയൊക്കെ ഏകദേശം വറക്കൽ തുടങ്ങിയിരിക്കണേ. ഇപ്പോൾ കറണ്ട് പോവാകും കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ. കറണ്ട് പോവുകയാണെങ്കിൽ വറുത്താണ്ട് ചായയിലിട്ട് അങ്ങോട്ട് തിന്നണം. കറണ്ട് പോയിട്ടില്ലെങ്കിൽ അങ്ങോട്ട് പൊടിച്ചാട് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടാണ്ട് ഉണ്ടാക്കി കൊടുക്കും വേണം വിചാരിച്ചാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ അരിമണി ഇങ്ങനെ വറുത്തുകൊണ്ട് നിൽക്കുകയാണ്. റിനുവിനെ ഞാൻ ശർക്കരയൊക്കെ അങ്ങോട്ട് പീടിയേക്കൊക്കെ പറഞ്ഞു വെച്ചും ചെയ്തിന്. അങ്ങനെ അരിമണിയൊക്കെ വറുത്താണ്ട് ഞാനൊരു പാത്രത്തേക്ക് ചൂടാറാൻ വേണ്ടി വെച്ചിട്ട് ഒരുപാട് നേരമൊന്നും ചൂടാറാൻ വെക്കാനൊന്നും പറ്റൂല. നല്ല കാറ്റും മഴയും വരുന്നുണ്ട് മക്കളെ. കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് പൊടിച്ചാൻ കഴിയൂലല്ലോ. അപ്പോൾ ഏതായാലും കുറച്ച് ചൂടാറിയിട്ട് വേണം അതൊന്ന് പൊടിച്ചെടുക്കാൻ. അപ്പോൾ നല്ല കാറ്റടിച്ചിട്ട് മഴയും പെയ്യുന്നുണ്ട്. ഏതായാലും കറണ്ടൊന്നും പോയില്ല. മറ്റേത് കാറ്റ് അടിച്ചാൽ കറണ്ട് പോവും. അപ്പം ഞാൻ അരിമണി വറുത്തത് ചൂടാറാൻ വെച്ചിട്ട് നല്ലോണം ചൂടാറിയിട്ടൊന്നും കഴിഞ്ഞപ്പോൾ കറണ്ട് പോകുമെന്ന് വിചാരിച്ചാണ് ഞാൻ വേഗം മിക്സി കണ്ടിട്ട് കൊടുത്താൽ പൊടിച്ചെടുത്താൽ ആ പാത്രത്തിൽ കണ്ടിട്ട് കൊടുത്തിന് കേട്ടോ. അതിക്കൊരു മുറി തേങ്ങ ചെറിയതും കൂടിയാണ് ഇട്ട് കൊടുത്തിന്.
പീടിയക്കൽ പോയാണ്ട് നമ്മൾ റീനു വാങ്ങിക്കൊടുത്ത ശർക്കര ആക്കണ കുത്തി പൊടിച്ചാണ്ട് അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടോ അതിലേക്ക് എന്നിട്ട് നല്ലോണം കുഴച്ച് അങ്ങോട്ട് എടുത്താൽ കട്ടൻ ചായ ഉണ്ടാക്കാനുള്ള വെള്ളം അടുപ്പത്തൊക്കെയാണ് വെച്ചിട്ട് നല്ല മയത്ത് ഇതേപോലെ കട്ടൻ ചായയും അരിമണി വറുത്ത് പൊടിച്ചത് തിന്നാനും വല്ലാത്തൊരു രസമാണല്ലോ. അങ്ങനെ അരിമണി വറുത്ത് പൊടിച്ച് കുഴച്ചതാ ഞാൻ ആ പാത്രത്തോടക്കാണ് വെച്ചാണ്ട് അതിക്ക് 2-3 സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുത്താണ്ട് കുറച്ച് കട്ടൻ ചായ അങ്ങോട്ട് ഉണ്ടാക്കിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി കുത്തറാണ്ട് അങ്ങോട്ട് കുടിച്ചാണ് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല കാറ്റ് അടിച്ചിട്ട് മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ നിർത്തുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.